ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2022 റിലീസായ ഡിയർ പ്രൊബേഷണറി ഗേൾ ഫ്രണ്ട് എന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു സ്റ്റോറിയാണ്. നമുക്കപ്പോ വേഗം തന്നെ വീഡിയോയിലേക്ക് എടുക്കാം. അതിനു മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. കഥ തുടങ്ങുന്നത് നമ്മുടെ കഥാനായികയായ ചിയുവിനെ കാണിച്ചുകൊണ്ടാണ്. ചിയു ഒരു ടീനേജുകാരിയാണ്. അവൾ ഇപ്പോൾ ഈ ഒരു വലിയ ബംഗ്ലാവില് വീട്ടുജോലിക്ക് വന്നിരിക്കുന്നു. കുടുംബ പ്രാരാബ്ദങ്ങളും പ്രശ്നങ്ങളും കാരണമാണ് അവൾ ഈ ജോലിക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത്. അവിടെ വരുന്ന ടീമൊന്നും ആരാണ് അവിടുത്തെ ഹൗസ് ഓണർ എന്നതിനെ പറ്റി അവൾക്ക് യാതൊരു ഐഡിയ ഇല്ല. കാരണം ഹൗസ് ഓണർ നേരിട്ടല്ല അവളെ ജോലിക്ക് എടുത്തത്. അങ്ങനെ അവിടെ ഫസ്റ്റ് ഡേ തന്നെ ജോലി ചെയ്യുന്ന ടീം അവൾ ഒരു കാഴ്ച കാണുന്നു. അവിടുത്തെ ഒരു പയ്യൻ അവൾ റൂം ക്ലീൻ ചെയ്തോണ്ട് നിൽക്കുമ്പോൾ അവളുടെ അടുത്തേക്ക് വരുന്നതും അവൻ കുളിക്കാൻ പോകാനായി ഡ്രസ്സൊക്കെ മാറിപ്പോകുന്നതുമല്ല. ഇത് കാണുമ്പോൾ അവൾക്ക് ആദ്യം അവളൊന്നും പേടിച്ചിരുന്നെങ്കിലും പിന്നീട് ഇവന് കണ്ണ് കാണില്ല, താൻ ഇവിടെ ജോലിക്ക് വന്നിരിക്കുന്നത് ഇവന്റെ വീട്ടിലാണ്, ഇവനാണ് തന്റെ യജമാനൻ എന്നൊക്കെ മനസ്സിലാവുന്നു. കണ്ണ് കാണാത്ത ഇയാളുടെ കാര്യങ്ങൾ എങ്ങനെ താൻ നോക്കുമെന്ന് ആദ്യം അവൾക്കൊരു അമ്പരപ്പുണ്ടായിരുന്നെങ്കിലും അവൻ സ്വയം പ്രാപ്തനാണ്, എന്നാലും വേണ്ട ചില സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്താൽ മതി എന്ന് മനസ്സിലാവുന്നു. അങ്ങനെ അവൾ അവിടെ ഈ ഹൗസ് ഓണറായ യാനിനോട് സംസാരിച്ച് നിൽക്കുന്ന ടൈമാണ് അവിടേക്ക് ലു എന്ന ഒരു പെൺകുട്ടി വരുന്നത്. ലു യാനിന്റെ ഫിയാൻസിയാണ്. പക്ഷെ അവൻ അവളെ തീരെ ഇഷ്ടമല്ല. വീട്ടുകാര് വിവാഹം ഉറപ്പിച്ചു വെച്ചിരുന്നത് കൊണ്ട് ഒന്നും പറയാൻ പറ്റാത്ത ഒരവസ്ഥ. ഇവന്റെ കൂടെ ചിയു അവിടെ നിൽക്കുന്നത് കണ്ട് ഏതാ ഈ പുതിയ പെണ്ണെന്നെല്ലാം ലു ചോദിക്കുമ്പോ പുതിയ സ്റ്റാഫാണ് എന്നവൻ പറയുന്നു. ഇതുപോലെ ഒരു പെണ്ണിനെ സ്റ്റാഫായി അവൻ നിയമിച്ചത് ഇഷ്ടപ്പെടാതെ ലു അവിടെ നിന്ന് ദേഷ്യപ്പെട്ടു പോകുമ്പോ ചിയുവിനോട് നീ ചോദിക്കുന്ന ക്യാഷ് സാലറിയായി തരാം, പക്ഷെ 3 കണ്ടീഷൻസ് ഉണ്ടെന്ന് ഞാൻ പറയുന്നു. കണ്ടീഷൻസിൽ ഒന്ന്, അവൻ പറയുന്നതെല്ലാം തന്നെ അവൾ അനുസരിക്കണം എന്നതാണ്. രണ്ടാമത്തേതോ 24 മണിക്കൂറും അവൾ ഡ്യൂട്ടിയിൽ ഉണ്ടാവണം. ഇവൻ ഉറങ്ങാൻ കിടന്നാൽ പോലും എന്തെങ്കിലും ജോലി പറഞ്ഞാൽ ആ ടൈം എഴുന്നേറ്റ് ചെയ്യണം. മൂന്നാമത്തേത് ഈ ജോലികൾക്ക് പുറമെ ചില അത്യാവശ്യ ഘട്ടങ്ങളിൽ തന്റെ ഗേൾ ഫ്രണ്ടായി അഭിനയിക്കണം എന്നതാണ്. എന്തായാലും നല്ലൊരു തുക വാഗ്ദാനം ചെയ്തത് കൊണ്ട് തന്നെ ഈ കണ്ടീഷൻസ് അവൾക്കപ്പോ വെറും നിസ്സാരമായാണ് തോന്നുന്നത്. അവൾ അങ്ങനെ ജോലിക്ക് ചേരുന്നു. അങ്ങനെ അവൾ അവിടെ ജോലി ചെയ്യുമ്പോൾ ഓരോ കാര്യത്തിലും അവൻ ഓരോ കുറ്റം കണ്ടുപിടിക്കാനായി തുടങ്ങുന്നു. അവൾ എന്തൊക്കെ ഉണ്ടാക്കി കൊടുത്താലും അവൻ ഇഷ്ടപ്പെടുന്നേയില്ല. എത്ര പരീക്ഷണങ്ങൾ കൊടുത്താലും അവൾ ഇവിടെ വിട്ടു പോകുമോ ഇല്ലയോ എന്നറിയാനായി അവൻ ഇത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. എന്തായാലും അവിടെ അങ്ങനെയുള്ള ടീം അവൾ അവളുടെ ബെസ്റ്റ് കൊടുത്ത് തന്നെ വർക്ക് ചെയ്യാണ്. ഇവൻ എന്താണ് ഇഷ്ടം, ഇഷ്ടക്കേടുകൾ തുടങ്ങിയതൊക്കെ അവന്റെ പിയെയോട് ചോദിച്ച് അവൾ മനസ്സിലാക്കുന്നു. അതിനനുസരിച്ച് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുമ്പോഴും അവന്റെ ഭാഗത്തുനിന്ന് നല്ലൊരു മറുപടിയേ വരുന്നില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം യാന് തീർത്തും വയ്യാഴുക വരുന്നത്. അവൻ രാത്രിയിൽ കിടന്ന റൂമിൽ പിച്ചമ്പയും ഉറക്കത്തിൽ പുലമ്പുന്നത് കേട്ട് അവൾ ചെല്ലുമ്പോൾ അവൻ ആകെ പനിച്ച് വരച്ച് വയ്യാണ്ട് കിടക്കാണ്. അവൾ അവിടെ ഇരുന്ന് അവനെ വളരെ കെയറോട് കൂടി നോക്കുന്നു. ആ ടീം അയാൾക്ക് കണ്ണ് കാണില്ലെങ്കിലും ആള് നല്ല ചുള്ളനാണല്ലോ എന്ന് അവള് മനസ്സിൽ ഓർക്കുന്നുണ്ട്. എന്തായാലും അന്ന് അവള് അവിടെ അവന് കൂട്ടിരുന്ന് അറിയാതെ അവിടെ കിടന്ന് ഉറങ്ങിപ്പോകുന്നു. അടുത്ത ദിവസം ആകട്ടെ ഫോൺ കോൾ വന്നതിനെ തുടർന്ന് ഉറക്കമെണ്ണിക്കുന്ന ഞാൻ വിളിച്ചിരിക്കുന്ന പിയെ പറഞ്ഞാണ് അറിയുന്നത് ഇവർ രണ്ടുപേരും കൂടി ഒന്നിച്ചിങ്ങനെ ഉറങ്ങുന്ന വീഡിയോയും ഫോട്ടോയും ഒക്കെ നെറ്റില് ആരോ എടുത്ത് ലീക്ക് ചെയ്തിട്ടുണ്ടെന്ന്. അങ്ങനെ അത് വലിയ പ്രശ്നമാവുന്നു. ലു ഇതറിഞ്ഞ് ആകെ കിടന്ന് ബഹളം വെക്കാണ്. കൂടാതെ ലൂവിന്റെ സങ്കടം തീർക്കാനായി യാനിന്റെ അമ്മ അവനെ ഫോൺ ചെയ്ത് വിശദീകരണം ചോദിക്കുമ്പോൾ ഈ ഒരു കാര്യത്തെ പറ്റി എനിക്ക് ഒരു വിശദീകരണമേ അമ്മയ്ക്ക് തരാനായിട്ടുള്ളൂ. ആ ലൂവിനെ എനിക്കിഷ്ടമല്ല. അവളെ കണ്ടുപിടിച്ചത് ഞാനല്ല, അമ്മ സ്വയം എനിക്ക് വേണ്ടി തെരഞ്ഞെടുത്ത അവളോട് എനിക്ക് യാതൊരുവിധ ഫീലിങ്സും ഇല്ല എന്ന് അവൻ തീർത്തു പറയുന്നു. എന്തായാലും ചിയോന് നേരെയും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അവൾ പക്ഷെ ഇവിടുത്തെ എഗ്രിമെന്റും ജോലിക്ക് കിട്ടുന്ന കാശ് ഓർത്ത് അവിടെ വിട്ട് പോകാനും നിൽക്കുന്നില്ല. അങ്ങനെ അവൾ അവിടെയുള്ള ദിവസങ്ങൾ മുന്നോട്ട് പോകെ അവളുടെ ജോലിയും അവൾ നൽകുന്ന ആ ഒരു കെയറിങ്ങും ഒക്കെ അവന് വളരെയധികം ഇഷ്ടപ്പെടുന്നു. മനസ്സിൽ അവൻ ആഗ്രഹിച്ച രീതിയിൽ തന്നെയാണ് ഇപ്പോൾ അവന് ചുറ്റുമുള്ള കാര്യങ്ങൾ നടക്കുന്നത്. കാരണം എല്ലാം അവന് വേണ്ടി പെർഫെക്റ്റ് ആയി ചെയ്യാൻ ഇപ്പോൾ ചിയു ഉണ്ട്. അങ്ങനെ പിന്നീട് ഈ നടക്കുന്ന റൂമറൊക്കെ കാരണം ലു പല രീതിയിൽ അവിടെ നിന്ന് ചിയുവിനെ പുറത്താക്കാനായി ശ്രമിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി കൂട്ടുകാരികളെ ഒക്കെ വിട്ട് ഇവളെ വളരെ നാണം കെടുത്താനൊക്കെ നോക്കുന്നു. ഒന്നും പക്ഷെ വില പോകുന്നില്ല. അങ്ങനെ ഇരിക്കെ ഇവിടെ ജോലിക്ക് വന്ന ശേഷം ചിയു ഇവിടെ വെച്ച് പരിചയപ്പെട്ട യാനിന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ലിൻ ഒരു പാർട്ടിക്ക് ചിയുവിനെ വിളിച്ചുകൊണ്ട് പോകുന്നു. ആ പാർട്ടിയിൽ ലൂവും യാനും ഒക്കെ പങ്കെടുക്കുന്നുണ്ട്. അവിടെ വെച്ച് ചിയുവിന് നേരെ അവർ ഇൻസൾട്ട് ഒക്കെ ചെയ്യാൻ നോക്കുന്നു. ഇത് ടീം ഇവളെ ഇങ്ങനെ പബ്ലിക്കായി വിളിച്ചുകൊണ്ട് വന്ന് നാണം കെടുത്താനായി ഇട്ടുകൊടുത്തതിന് പേരിൽ ലിന്നിനെ യാൻ വഴക്കും പറയുന്നു. എന്തു തന്നെയാണെങ്കിലും പ്രത്യക്ഷത്തിൽ ഇപ്പോൾ ചിയുവിനും യാനും ഇടയിൽ റിലേഷൻ ഇല്ലെങ്കിലും താനുമായി വിവാഹം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ലൂവിനെ കാണിക്കാനായി അവൻ വളരെ കെയറോടുകൂടി വളരെ കാര്യമായി തന്നെ ചിയുവിനോട് പെരുമാറുന്നു. അതിന്റെ ഭാഗമായി അവളുടെ കൂടെ അവൻ ഫുഡ് കഴിക്കാൻ പുറത്തേക്കൊക്കെ പോകുന്നുണ്ട്. മുന്നേ കണ്ണിന് കാഴ്ച ഉണ്ടായിരുന്ന യാൻ ഒരു പ്രത്യേക സാഹചര്യത്തിൽ
പ്രായത്തിൽ കാഴ്ച നഷ്ടപ്പെട്ടതാണ്. അവൻ ആ ഒരു സംഭവത്തിന് ശേഷം പുറത്ത് അങ്ങനെ പോയി എൻജോയ് ചെയ്യാറോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോ വീണ്ടും അവൻ അതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെ ഇരിക്കെ ഇവർ പുറത്തു പോയ ഒരു ദിവസം പുറത്തു വെച്ച് കുറച്ച് പേർ ഇവരെ ആക്രമിക്കുകയും അതിൽ ചിയുവിന് സാരമായി പരിക്കേൽക്കുകയും ചെയ്യുന്നു. ഇവർ ആക്രമിക്കാനായി എത്തിയത് ചിയുവിനെയാണോ യാനെയാണോ എന്ന് വ്യക്തമല്ല. എന്തായാലും സാരമായി പരിക്കേറ്റ അവളെ യാനാണ് വളരെ കെയറോട് കൂടി നോക്കുന്നത്. ഇവളിങ്ങനെ വയ്യാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കിടക്കുന്ന ടീമാണ്. അവൻ ഇവളെ പ്രണയിക്കാൻ ആരംഭിച്ചിരിക്കുന്നു എന്ന ആ ഒരു ഫീലിങ്സ് വ്യക്തമാവുന്നത്. അത് അവൻ ലിന്നിനോട് പറയുമ്പോൾ ചിയുവിനെ വളയ്ക്കാനുള്ള ടിപ്സ് ലിന്നും ഷെയർ ചെയ്യുന്നു. അങ്ങനെ തുടർന്ന് അങ്ങോട്ട് ലിൻ പറഞ്ഞു കൊടുത്ത ഓരോ കാര്യങ്ങൾ ചെയ്ത് ചിയുവിന്റെ മനസ്സിൽ ഇടം നേടാനായി യാൻ ശ്രമിക്കുന്നുണ്ട്. അവൾ അതെല്ലാം ഇഗ്നോർ ചെയ്ത് വിടുന്നുണ്ടെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ അവൾ അതൊക്കെ വളരെയധികം എൻജോയ് ചെയ്യുന്നുണ്ടെന്നും നമുക്ക് കാണാം. ആക്ച്വലി ചിയു വളരെ ബാധ്യതകളുള്ള ഒരു പെൺകുട്ടിയാണ്. അവളുടെ അമ്മ വയ്യാതെ ഹോസ്പിറ്റലാണ്. അച്ഛനാണെങ്കിൽ ഒരുപാട് കടം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. വീണ്ടും വീട്ടിൽ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവരിക്കുന്നു. ഇതെല്ലാം മൂലം ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനാണ് അവൾ ഈ പ്രായത്തിൽ ഇതുപോലെ വീട്ടുജോലിക്ക് വന്നിരിക്കുന്നത്. അച്ഛൻ വീണ്ടും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞ് വളരെ അപ്സെറ്റ് ആയി അവൾ സങ്കടങ്ങളൊക്കെ ഒന്ന് മാറാനായി ഒന്ന് റിഫ്രഷ് ആവാനായി പുറത്ത് ഒറ്റയ്ക്ക് പോകുന്നു. അങ്ങനെ ഒരു പബ്ബിൽ പോയി അവൾ ഡ്രിങ്ക്സ് അടിച്ച് ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ വെച്ച് ഒരാൾ അവളോട് അപമര്യാദയായി പെരുമാറാനായി ശ്രമിക്കുന്നു. ഭാഗ്യവശാൽ യാൻ പറഞ്ഞത് പ്രകാരം അവളെ അന്വേഷിച്ച് അവിടേക്ക് ലിൻ എത്തുകയും ഇവളെ കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്യുന്നു. അതുകൊണ്ട് അവൾക്ക് ഭാഗ്യവശാൽ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇവളുടെ അവസ്ഥ കാണുന്ന യാന് നല്ല സങ്കടാവുന്നുണ്ട്. എന്തു തന്നെയാണെങ്കിലും ഇവളെ അവൻ പ്രൊട്ടക്ട് ചെയ്യുമെന്ന് അവൾ പോലും അറിയാതെ നല്ല മയക്കത്തിലുള്ള അവൾക്ക് അവൻ വാക്കുകൊടുക്കുന്നു. പിന്നീട് അടുത്ത ദിവസം ഹോസ്പിറ്റലിലേക്ക് പോകുന്ന യാനിനെ കാത്ത് ഒരു ഗുഡ് ന്യൂസ് ഉണ്ടായിരുന്നു. കാഴ്ച നഷ്ടപ്പെട്ടതിന്റെ ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്ന യാനിനിപ്പോൾ കുറച്ചുകൂടെ ബെറ്ററായി. അത്ര വ്യക്തമായി അല്ലെങ്കിൽ പോലും നേരിയ തോതിൽ കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഗുഡ് ന്യൂസ് ഇപ്പൊ നമുക്കിടയിൽ ഇരുന്നാൽ മതി ഡോക്ടർ, ഇതിപ്പോ ആരും അറിയേണ്ടെന്ന് ചില കാരണങ്ങൾ കൊണ്ട് യാൻ പറയുന്നു. അവൻ അവിടെ നിന്ന് ഇറങ്ങുന്ന ടീം ലു അവനെ കണ്ട് സംസാരിക്കാനായി വരുന്നുണ്ടെങ്കിലും അവൻ അവളെ വക വെച്ചതേയില്ല. അങ്ങനെ പിന്നീട് യാൻ ചിയുവിനോട് അവന്റെ ഉള്ളിലെ ഇഷ്ടം തുറന്നു പറയുന്നു. അവൾക്ക് ആദ്യം വലിയ ഹെസിറ്റേഷൻ ഉണ്ടായിരുന്നു. കാരണം ഇവർ രണ്ടുപേരും രണ്ടു തരം ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വരുന്നവരാണ്. അവൾ തീർത്തും പാവപ്പെട്ടവളും ഇവൻ നല്ല സമ്പന്നനുമാണ്. പക്ഷെ അതൊന്നും പ്രണയത്തിന് ഒരു തടസ്സമല്ല എന്ന് പറഞ്ഞ് അവൻ അവളെ കിസ് ചെയ്യുന്നു. പക്ഷെ അടുത്ത ദിവസമായിട്ട് അവന് പനി പിടിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നു. അവിടെ വെച്ച് അവനെ കാണാനായി എത്തുന്ന അമ്മ ലൂവിനെ വിവാഹം കഴിക്കുന്ന കാര്യം പറയുമ്പോൾ എനിക്ക് ഇഷ്ടമല്ലാത്ത അവളെ ഒരു കാരണവശാലും ഞാൻ ഇനി വിവാഹം കഴിക്കില്ല, ആ തീരുമാനത്തിൽ ഒരു മാറ്റവുമില്ല എന്ന് തന്നെ അവൻ തീർത്ത് പറയാണ്. അങ്ങനെ അമ്മ പോയി കഴിയുമ്പോൾ ചിയുവിനോട് നീ സ്വല്പം ഒന്ന് വെയിറ്റ് ചെയ്യണം, എന്റെ കണ്ണിന്റെ കാര്യങ്ങളൊക്കെ ശരിയായി കഴിഞ്ഞ് ചില കാര്യങ്ങളും കൂടി റെഡിയാക്കിയ ശേഷം നമുക്ക് സമാധാനമായി ജീവിക്കാമെന്ന് അവൻ അവൾക്ക് ഉറപ്പ് കൊടുക്കുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ചിയുവിനെ കാണാനായി അവളുടെ അച്ഛൻ വരുന്നതാണ്. അച്ഛൻ വീണ്ടും ക്യാഷ് ഡിമാൻഡ് ചെയ്യുമ്പോൾ ശല്യം ഒഴിവാക്കാനായി അവളുടെ കയ്യിലുള്ള കുറച്ച് ക്യാഷ് അവൾ കൊടുക്കുമ്പോൾ അത് പോരാ, നീ വലിയ കാശുകാരന്റെ വീട്ടിലല്ലേ ജോലി ചെയ്യുന്നത്, അവളോട് ചോദിച്ച് കുറച്ച് കാശ് കൂടി വാങ്ങി തരാനായി അച്ഛൻ അവളെ വല്ലാണ്ടങ്ങ് ശല്യപ്പെടുത്തുമ്പോൾ അവൾ അതിന്റെ പേരിൽ അച്ഛനോട് വഴക്കിട്ടുകൊണ്ടിരിക്കുന്ന ടൈമാണ് അവിടേക്ക് യാനിന്റെ വരവ്. യാൻ തന്റെ കാർഡ് അച്ഛന് കൊടുക്കുന്നു. കാരണം കാശ് അവനൊരു വിഷയമേ അല്ല, ഇവൾ സമാധാനത്തിൽ സന്തോഷത്തോടെ ഇരിക്കണം എന്നത് മാത്രമേ അവൻ ചിന്തിക്കുന്നുള്ളൂ. പിന്നീട് ഈ കാര്യം പറഞ്ഞ് അവൾ അവനോട് തട്ടിക്കയറുന്നു. കാരണം അച്ഛൻ എത്ര കാശ് കിട്ടിയാലും മുഴുക്കാത്ത, അതെല്ലാം ഒരു രൂപ പോലും സേവ് ചെയ്യാതെ ദൂർത്തടിക്കുന്ന ഒരു പിശാചാണെന്നാണ് അവൾ പറയുന്നത്. തന്നോട് ചോദിക്കാതെ എടുത്തടിച്ച് ഇങ്ങനെ കാശ് കൊടുത്തതിന് അവൾ അവനോട് ശരിക്ക് ദേഷ്യപ്പെട്ട് രണ്ടുപേരും തമ്മിൽ ആദ്യം വഴക്കാവുന്നുണ്ടെങ്കിലും പിന്നീട് വഴക്ക് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനായി ഉള്ളിലെ ഇഷ്ടം അവരെ അനുവദിക്കുന്നില്ല. തുടർന്ന് അത് സോൾവ് ആവുന്നു. അങ്ങനെ പിണക്കം മാറി കഴിയുമ്പോൾ തന്റെ ഭാവി വധുവിന് കൊടുക്കാനായി അമ്മ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ചെയിൻ അവൻ അവൾക്ക് സമ്മാനിക്കുന്നു. അത് വളരെ പ്രഷ്യസ് ആയ ഒന്നാണ്. അങ്ങനെ എനിക്ക് കുറച്ച് ദിവസങ്ങളും കൂടി കടന്നു പോകുന്നു. അതിന്റെ ഇടയിൽ 40% കാഴ്ച ട്രീറ്റ്മെന്റിലൂടെ വീണ്ടും കിട്ടിയിരിക്കുന്ന യാനിന് ഇനി ഒരു സർജറിയും കൂടി അണ്ടർഗോ ചെയ്തു കഴിഞ്ഞാൽ കാഴ്ച പൂർണ്ണമായി തിരിച്ചു കിട്ടും. ഈ ഒരു കാര്യം അവനെ സന്തോഷിപ്പിക്കുന്നതിലേറെ ചിയുവിനെ ആയിരുന്നു സന്തോഷിപ്പിച്ചത്. അവൾ അങ്ങനെ വളരെ ഹാപ്പിയായി തന്റെ യാനിന് കാഴ്ച തിരിച്ചു കിട്ടുന്നതിന്റെ സന്തോഷത്തിൽ ഇരിക്കുന്ന ടീമാണ് സർജറിയുടെ കാര്യം പറയാനായി ഡോക്ടർ അവളെ ഹോസ്പിറ്റലിലേക്ക് വിളിപ്പിക്കുന്നത്. അങ്ങോട്ട് പോകുമ്പോഴും എന്തുകൊണ്ട് ഡോക്ടർ തന്നെ വിളിപ്പിച്ചു യാനിനെ വിളിപ്പിച്ചില്ല എന്നൊരു ഡൗട്ട് അവൾക്കുണ്ടായിരുന്നു. എന്തോ പ്രശ്നം തോന്നുന്ന അവൾ അവിടെ ചെല്ലുമ്പോൾ അത് സത്യമാണെന്ന് മനസ്സിലാക്കുന്നു. കാരണം അവിടെ അവളെ കാത്ത് ലൂ ഇരിപ്പുണ്ടായിരുന്നു. ലൂ ഈ ഡോക്ടറിനെ സ്വാധീനിച്ച് അടുത്ത ദിവസം നടക്കാൻ പോകുന്ന ഓപ്പറേഷനിൽ യാനിന് കാഴ്ച പൂർണ്ണമായി തിരിച്ചു കിട്ടാനായി ഇവൾ ഒരു കാര്യം ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നു. അത് മറ്റൊന്നുമല്ല, യാനിനെ വിട്ടുപോകണം എന്നതാണ്. ചിയു അങ്ങനെ യാനുമായുള്ള ബന്ധം ഉപേക്ഷിച്ച് എന്നേക്കുമായി തിരികെ പോയി കഴിഞ്ഞാൽ അവന്റെ ഓപ്പറേഷൻ സക്സസ്ഫുള്ളി കഴിയുകയും അവന് കാഴ്ച തിരിച്ചു കിട്ടുകയും ചെയ്യും. ഒപ്പം ചിയുവിന്റെ അമ്മയുടെ ചികിത്സയ്ക്കായിട്ടുള്ള സർവകാശം താൻ തരാമെന്നും ലൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കേൾക്കുന്ന അവൾ
ഒരു നിമിഷം ആലോചിച്ച ശേഷം യാനിന്റെ കാഴ്ച തിരിച്ചു കിട്ടാനായി താൻ ഒഴിഞ്ഞു മാറുന്നതാണ് നല്ലതെങ്കിൽ അങ്ങനെ നടക്കട്ടെ എന്ന് കരുതി അതിന് തയ്യാറാവുന്നു. പക്ഷെ അത് അവൾ യാനിനോട് പറഞ്ഞിട്ടില്ല. ഓപ്പറേഷന് തയ്യാറെടുത്ത് റൂമിൽ ഇരിക്കുന്നവൻ എത്രയും പെട്ടെന്ന് കാഴ്ച തിരിച്ചു കിട്ടി ചിയുവിനെ കാണുക എന്നതാണ് തന്റെ ഏറ്റവും വലിയ ആഗ്രഹമെന്ന് അവളോട് പറയുന്നു. അവളും ഒന്നും തന്നെ അവനോട് വെളിപ്പെടുത്താതെ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിച്ച് കാഴ്ചയോടെ തിരിച്ചു വരാനായി അവൻ ആശംസിച്ച് ഓപ്പറേഷന് പറഞ്ഞു വിട്ട ശേഷം അവനായി ഒരു കത്ത് വളരെ സങ്കടത്തോടെ എഴുതുകയാണ്. അതൊരു യാത്ര പറഞ്ഞുകൊണ്ടുള്ള കത്തായിരിക്കും അല്ലേ. എന്തായാലും ആ കത്തിന്റെ കൂടെ ഒരു നെക്ലസും അവൾ വെച്ചിട്ടുണ്ട്. അങ്ങനെ അവന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് അവന് കാഴ്ച കുറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കിട്ടുന്ന സമയം അവന്റെ കണ്ണുകൾ തിരയുന്നത് മുന്നിലുണ്ടായിരുന്ന സുഹൃത്തായ ലിന്നിനെയോ അവനെ വിവാഹം ചെയ്യാനായി നടക്കുന്ന ലൂവിനെയോ ഒന്നുമല്ല, മറിച്ച് ചിയുവിനെയാണ്. പക്ഷെ അവളെ കാണാതെ അവൻ പാനിക്കായി വേഗം ഹോസ്പിറ്റലിൽ നിന്ന് പോകാനായി ഇറങ്ങുമ്പോൾ അവനെ തടയുന്നു. പക്ഷെ അവൻ നിൽക്കാതെ വേഗം പുറപ്പെട്ടു പോവാണ്. അങ്ങനെ താമസ സ്ഥലത്തെത്തി നോക്കുമ്പോൾ അവിടെ അവൾ വെച്ചിട്ട് പോയ കത്തും ആ ഒരു ലെറ്ററും കിട്ടുന്നു. അതിൽ നിന്ന് ഇനി തന്നെ അന്വേഷിച്ചു വരരുതെന്നും താൻ വിദേശത്തേക്ക് പോവുകയാണെന്നും അവൾ എഴുതിയിരിക്കുന്നത് അവന് വിശ്വസിക്കാനേ സാധിക്കുന്നില്ല. അവൻ ആകെ പാനിക് ആവുന്നു. അവൻ വേഗം തന്നെ അവളെ അന്വേഷിച്ച് കണ്ടുപിടിക്കാനായി കുറച്ചു പേരെ ഏർപ്പാടാക്കുന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുന്നു. ഓരോ ദിവസവും അവളെ കണ്ടെത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷയിൽ ഞാൻ മുന്നോട്ട് പോകുമ്പോൾ അവൻ ഏർപ്പാടാക്കിയവർക്ക് അവളെ കണ്ടെത്താനേ കഴിഞ്ഞിട്ടില്ല. ഇതേ ടീം ഇതാണ് ചാൻസ് എന്ന് കരുതി ലൂ പലതവണ യാനുമായി അടുക്കാനായി നോക്കിയെങ്കിലും അവൾക്കും അതിന് കഴിയുന്നില്ല. അങ്ങനെ ഇവരാരും വിചാരിച്ച കാര്യങ്ങളൊന്നും നടക്കാതെ ദിവസങ്ങൾ മുന്നോട്ട് പോകുന്നു. ഇപ്പോഴും ചിയു എവിടെ എന്നത് ഒരു വലിയ ക്വസ്റ്റ്യൻ മാർക്കാണ്. അങ്ങനെ അവളെ കാണാതായി 5 വർഷങ്ങൾ കടന്നു പോകുന്നു. പക്ഷെ അപ്പോഴൊന്നും ചിയുവിനെ ഞാൻ മറന്നിട്ടില്ല. അവൻ അവൾക്കായി കാത്തിരിക്കുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ലെന്നിന്റെ വിവാഹത്തിന് വേണ്ടി ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു അതിഥി എത്തുന്നു. അത് മറ്റാരുമല്ല, ചിയു ആണ്. അവളെ കാത്തിരുന്നവൻ അവളെ കാണാനായി പോകുമ്പോൾ ആകെ സർപ്രൈസ്ഡ് ആവുന്നു. കാരണം ആ ടീം അവളുടെ കൂടെ അവളുടെ മകനുണ്ടായിരുന്നു. അവൾ മറ്റൊരാളെ വിവാഹം കഴിച്ചു എന്നത് അവന് വിശ്വസിക്കാനേ സാധിക്കുന്നില്ല. അവൻ ആ ഒരു നിമിഷം ആകെ തകർന്നെങ്കിലും പിന്നീട് അവന് ഇത് അവളുടെ കുഞ്ഞാണ്, ഒപ്പം ഇത് തന്റെയും കുഞ്ഞാണ് എന്ന് മനസ്സിലാവുന്നു. ഇവർ പിരിയുന്നതിന് മുന്നേ ഒന്നിച്ച് താമസിച്ചിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ ഇവർ വളരെ ക്ലോസ് ആയിരുന്നല്ലോ. അവളാകട്ടെ ഓപ്പറേഷൻ അവനെ അയച്ച് ഇവിടം വിട്ടു പോയ ശേഷമാണ് അവൾ പ്രഗ്നന്റ് ആണ് എന്ന കാര്യം അറിയുന്നത്. അതെ, ഇത് യാനിന്റെ കുഞ്ഞാണ്. ഈ ഒരു കാര്യം ഇപ്പോൾ അറിയുന്ന യാനും വളരെ സർപ്രൈസ്ഡ് ആവുന്നു. അവന് സന്തോഷം സഹിക്കാനാവുന്നില്ല. തുടർന്ന് ഇനി തന്നെ വിട്ടു പോകരുതെന്ന് പറഞ്ഞ് അവൻ ആ നെക്ലേസ് അവൾക്ക് കൊടുക്കുന്നു. ഇത്രയും വർഷങ്ങൾ കടന്നു പോയിട്ടും ഇപ്പോഴും തന്നെ കാത്തിരിക്കുന്ന യാനിനെ ഒന്നിന്റെയും പേരിൽ ഉപേക്ഷിക്കാനായി അവൾക്കും കഴിയുന്നില്ല. അങ്ങനെ യാന്റെ ലൈഫിലേക്ക് അവന്റെ ജോലിക്കാരിയായി വന്ന് പിന്നീട് അവന്റെ പ്രണയിനിയായി മാറി. എന്നാൽ ഒരിടയ്ക്ക് അവന്റെ നന്മയ്ക്കായി തന്നെ അവനെ വിട്ടുപോയ ചിയു ഇപ്പോൾ അവന്റെ അടുത്ത് വീണ്ടും എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഇവർ ഒന്നിച്ച് വളരെ ഹാപ്പി ആയുള്ളത് കാണിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു കുഞ്ഞു സ്റ്റോറി ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാം. വീണ്ടും കാണും വരെ ബൈ.